ഹായ് ഓൾ, എല്ലാവർക്കും ടെക് PSCയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിഗ്രി ഡിപ്ലോമ ഹോൾഡേഴ്സിന് കേരള PSC ഉടനെ വിജ്ഞാപനം ഇറക്കുന്ന 21 തസ്തികളെ പറ്റി ചർച്ച ചെയ്യാനാണ്. അപ്പോൾ ആ തസ്തികളെ പറ്റിയും ഒഴിവുകളെ പറ്റിയും മുമ്പ് നടന്ന പരീക്ഷകളെ പറ്റിയൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യമായി നമുക്ക് B.Tech ഉദ്യോഗാർത്ഥികൾക്ക് വരാനിരിക്കുന്ന അവസരങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ തസ്തിക ഇൻസ്ട്രക്ടർ ഗ്രേഡ് 1. അതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് വരുന്നത് ടെക്നിക്കൽ എഡ്യൂക്കേഷനാണ്. സ്കെയിൽ ഓഫ് പേ 55,200 മുതൽ 1,15,300 വരെയാണ്. ക്വാളിഫിക്കേഷനായിട്ട് വരുന്നത് B.Tech ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഓർ ഇക്വലൻ്റ് ആണ്. അപ്പോൾ ഈ തസ്തികയുടെ മുമ്പ് നടന്ന പരീക്ഷയെ പറ്റി നോക്കാം. അന്ന് കാറ്റഗറി നമ്പർ 1/2017 ആണ്. പരീക്ഷ നടന്നത് ഓഗസ്റ്റ് 2017 റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് മെയ് 2019 കട്ട് ഓഫ് മാർക്ക് 63.67 അവസാന അഡ്വൈസ് വന്നത് ഏപ്രിൽ 2023 17 പേർക്കാണ് അഡ്വൈസ് ലഭിച്ചത്. ഇപ്പോഴത്തെ സ്റ്റാറ്റസ് റാങ്ക് ലിസ്റ്റ് എക്സ്പയർഡ് ആയിട്ടുണ്ട്. ഉടനെ തന്നെ അത് PSC വിളിക്കുന്നതായിരിക്കും. അടുത്ത തസ്തിക അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ഗ്രൗണ്ട് വാട്ടർ. അതിൻ്റെ സ്കെയിൽ ഓഫ് പേയും 55,200 മുതൽ 1,15,300 വരെയാണ്. ക്വാളിഫിക്കേഷൻ വരുന്നത് B.Tech ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഓർ ഇക്വലൻ്റ് ആണ്. ആ തസ്തികയിൽ മുമ്പ് നടന്ന പരീക്ഷയെ പറ്റി നോക്കാം. കാറ്റഗറി നമ്പർ 215/2016 ഡിസംബർ 2017 പരീക്ഷ നടന്നത്. റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് ജനുവരി 2019 അന്നത്തെ കട്ട് ഓഫ് മാർക്ക് 47.33. ലാസ്റ്റ് അഡ്വൈസ് വിളിച്ചത് ഫെബ്രുവരി 2022 12 പേർക്കാണ് അഡ്വൈസ് ലഭിച്ചത്. അതിൻ്റെ സ്റ്റാറ്റസും റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആയിട്ടുണ്ട്. ഉടനെ തന്നെ നമുക്ക് അതിലേക്ക് അപേക്ഷ ക്ഷണിക്കും. അടുത്ത തസ്തിക അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ഇൻ അഗ്രോ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ. സ്കെയിൽ ഓഫ് പേ 55,200 മുതൽ 1,15,300 വരെ തന്നെയാണ്. ക്വാളിഫിക്കേഷൻ വരുന്നത് B.Tech ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ അഗ്രികൾച്ചർ. ഈ 2 സ്ട്രീമിൽ പഠിച്ചവർക്കും ഈ തസ്തികയിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. മുമ്പ് നടന്ന പരീക്ഷയെ പറ്റി നോക്കുകയാണെങ്കിൽ കാറ്റഗറി നമ്പർ 48/2016 പരീക്ഷ നടന്നത് ഏപ്രിൽ 2017 റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് ഏപ്രിൽ 2019 കട്ട് ഓഫ് മാർക്ക് 40.33 അവസാന അഡ്വൈസ് വന്നത് ഡിസംബർ 2020 4 പേർക്കാണ് അഡ്വൈസ് ലഭിച്ചത്. അതിൻ്റെയും റാങ്ക് ലിസ്റ്റ് എക്സ്പയർഡ് ആയിട്ടുണ്ട്. അടുത്ത തസ്തിക അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ഇൻ പ്ലാന്റേഷൻ കോർപ്പറേഷനാണ്. സ്കെയിൽ ഓഫ് പേ 55,200 മുതൽ 1,15,300 വരെയാണ്. അവിടെയും ക്വാളിഫിക്കേഷൻ വരുന്നത് B.Tech ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഓർ ഇറ്റ്സ് ഇക്വലൻ്റ് ആണ്. മുമ്പ് നടന്ന പരീക്ഷയെ പറ്റി നോക്കുകയാണെങ്കിൽ അന്ന് കാറ്റഗറി നമ്പർ 564/2014 ഡേറ്റ് ഓഫ് എക്സാം ജൂലൈ 2015 റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് ജനുവരി 2018 കട്ട് ഓഫ് മാർക്ക് 78.67 അന്ന് നല്ല കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുണ്ട്. ലാസ്റ്റ് അഡ്വൈസ് നടന്നത് ഡിസംബർ 2020 3 പേർക്കാണ് അഡ്വൈസ് ലഭിച്ചത്. അവിടെയും സ്റ്റാറ്റസ് റാങ്ക് ലിസ്റ്റ് എക്സ്പയർഡ് ആണ്. അടുത്ത തസ്തിക അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ഇൻ ട്രാവൻകൂർ ടൈറ്റാനിയം ലിമിറ്റഡ്. സ്കെയിൽ ഓഫ് പേ 55,200 മുതൽ 1,15,300 വരെ തന്നെയാണ്. ക്വാളിഫിക്കേഷൻ വരുന്നത് B.Tech ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഓർ ഇക്വലൻ്റ് ആണ്. ഇനി മുമ്പ് നടന്ന പരീക്ഷയെ പറ്റി നോക്കാം. അന്നത്തെ കാറ്റഗറി നമ്പർ 424/2014 പരീക്ഷ നടന്നത് ഓഗസ്റ്റ് 2015 റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് ഒക്ടോബർ 2017 കട്ട് ഓഫ് മാർക്ക് 55.33 അവസാന അഡ്വൈസ് പോയിരിക്കുന്നത് ഏപ്രിൽ 2018 3 പേർക്കാണ് അഡ്വൈസ് പോയത്. റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആയിട്ടുണ്ട്. അടുത്ത തസ്തികയുടെ പേരാണ് വർക്ക്സ് മാനേജർ. ഡിപ്പാർട്ട്മെൻറ്റ് കേരള വാട്ടർ ട്രാൻസ്പോർട്ടാണ്. സ്കെയിൽ ഓഫ് പേ 55,200 to 1,15,300 ക്വാളിഫിക്കേഷൻ വരുന്നത് B.Tech ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഓർ ഇറ്റ്സ് ഇക്വലൻ്റ് ആണ്. മുമ്പ് നടന്ന പരീക്ഷയെ പറ്റി നോക്കുകയാണെങ്കിൽ കാറ്റഗറി നമ്പർ 584/2014 പരീക്ഷ നടന്നത് ഏപ്രിൽ 2016 റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് ഒക്ടോബർ 2017 അന്നത്തെ കട്ട് ഓഫ് മാർക്ക് 53 അവസാനം അഡ്വൈസ് വന്നത് നവംബർ 2017 ഒരാൾക്കാണ് അഡ്വൈസ് പോയത്. അവിടെയും റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആയിട്ടുണ്ട്. അടുത്ത തസ്തികയുടെ പേര് അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. ഡിപ്പാർട്ട്മെൻറ്റ് ഹാർബർ എഞ്ചിനീയറിംഗ് ആണ്. സ്കെയിൽ ഓഫ് പേ 55,200 മുതൽ 1,15,300 വരെയാണ്. ക്വാളിഫിക്കേഷൻ വരുന്നത് B.Tech ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഓർ ഇക്വലൻ്റ് തന്നെയാണ്. മുമ്പ് നടന്ന പരീക്ഷയെ പറ്റി നോക്കാം. കാറ്റഗറി നമ്പർ 287/2010 പരീക്ഷ നടന്നത് മാർച്ച് 2013
റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് ഒക്ടോബർ 2015. കട്ട് ഓഫ് മാർക്ക് 39 ലാസ്റ്റ് അഡ്വൈസ് വന്നത് ഒക്ടോബർ 2018 3 പേർക്കാണ് അഡ്വൈസ് ലഭിച്ചത്. റാങ്ക് ലിസ്റ്റ് എക്സ്പയർഡ് ആയിട്ടുണ്ട്. അടുത്ത തസ്തികയുടെ പേര് അസിസ്റ്റന്റ് എഞ്ചിനീയർ മെക്കാനിക്കൽ ഇൻ മെഡിക്കൽ എഡ്യൂക്കേഷൻ. സ്കെയിൽ ഓഫ് പേ വരുന്നത് 55,200 മുതൽ 1,15,300 വരെ തന്നെയാണ്. ക്വാളിഫിക്കേഷൻ വരുന്നത് B.Tech ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഓർ ഇറ്റ്സ് ഇക്വലൻ്റ് ആണ്. മുമ്പ് നടന്ന പരീക്ഷയെ പറ്റി നോക്കാം. കാറ്റഗറി നമ്പർ 287/2010. പരീക്ഷ നടന്നത് മാർച്ച് 2013 റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് ഒക്ടോബർ 2015. അന്നത്തെ കട്ട് ഓഫ് മാർക്ക് 38.33 ലാസ്റ്റ് അഡ്വൈസ് വന്നത് ജൂൺ 2018 5 പേർക്കാണ് അഡ്വൈസ് ലഭിച്ചത്. റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആയിട്ടുണ്ട്. അടുത്ത തസ്തികയുടെ പേര് ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ എന്നാണ്. ഡിപ്പാർട്ട്മെൻറ്റ് ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് ആണ്. സ്കെയിൽ ഓഫ് പേ വരുന്നത് 45,600 മുതൽ 95,600 വരെയാണ്. ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ എനി ബ്രാഞ്ചിലെ B.Tech മതി ഓർ ഇറ്റ്സ് ഇക്വലൻറ്റ്. ഓക്കെ, മുമ്പ് നടന്ന പരീക്ഷയെ പറ്റി നോക്കാം. കാറ്റഗറി നമ്പർ 125/2018. പരീക്ഷ നടന്നത് ഡിസംബർ 2019. റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്ന ഡിസംബർ 2021. കട്ട് ഓഫ് മാർക്ക് 46.33 ലാസ്റ്റ് അഡ്വൈസ് വിളിച്ചിട്ടുള്ളത് ഓഗസ്റ്റ് 2023. 46 പേർക്ക് അഡ്വൈസ് ലഭിച്ചു. റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആവുന്നത് ഡിസംബർ 2024. അടുത്ത തസ്തികയുടെ പേര് അസിസ്റ്റന്റ് ഡയറക്ടർ, ഡിപ്പാർട്ട്മെൻറ്റ് ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ്. സ്കെയിൽ ഓഫ് പേ 55,200 മുതൽ 1,15,300 വരെയാണ്. ക്വാളിഫിക്കേഷൻ വരുന്നത് B.Tech ഇൻ എനി ബ്രാഞ്ചാണ് ഓർ ഇറ്റ്സ് ഇക്വലൻ. ലാസ്റ്റ് അഡ്വൈസ് വന്ന ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ കാറ്റഗറി നമ്പർ 2/2015. പരീക്ഷ നടന്നത് ഏപ്രിൽ 2017. റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് ഡിസംബർ 2018. കട്ട് ഓഫ് മാർക്ക് 38. അവസാന അഡ്വൈസ് ലഭിച്ചത് ഒക്ടോബർ 2020. 4 പേർക്കാണ് അഡ്വൈസ് ലഭിച്ചത്. റാങ്ക് ലിസ്റ്റ് എക്സ്പയർഡ് ആയിട്ടുണ്ട്. B.Tech ഉദ്യോഗാർത്ഥികൾക്ക് വരാനിരിക്കുന്ന അവസരങ്ങളെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിപ്ലോമ ഹോൾഡേഴ്സിനുള്ള അപ്കമിങ് ഓപ്പർച്യൂണിറ്റീസ് ആണ്. അപ്പോൾ ഈ തസ്തികകളിലെല്ലാം B.Techകാർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബേസ് ചെയ്തിട്ടുള്ള പോസ്റ്റുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ നോക്കാം. തസ്തികയുടെ പേര് ജൂനിയർ ഇൻസ്ട്രക്ടർ ഫിറ്റർ. ഡിപ്പാർട്ട്മെൻറ്റ് വരുന്നത് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഡിപ്പാർട്ട്മെൻ്റ് ആണ്. സ്കെയിൽ ഓഫ് പേ 37,400 മുതൽ 79,000 വരെയാണ്. ക്വാളിഫിക്കേഷനായിട്ട് വരുന്നത് ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഓർ ഇറ്റ്സ് ഇക്വലൻറ്റ്. മുമ്പ് പറഞ്ഞ പോലെ ഹയർ ക്വാളിഫിക്കേഷൻ വെച്ച് B.Techകാർക്കും ഈ തസ്തികയിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. മുമ്പ് നടന്ന പരീക്ഷയെ പറ്റി നോക്കാം. കാറ്റഗറി നമ്പർ 569/2017. OMR പരീക്ഷ നടന്നത് സെപ്റ്റംബർ 2018. റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് ഡിസംബർ 2020. കട്ട് ഓഫ് മാർക്ക് 69. അവസാനമായി അഡ്വൈസ് പോയിരിക്കുന്നത് ജൂലൈ 2023. ടോട്ടൽ അഡ്വൈസ് 43. സ്റ്റാറ്റസ് എക്സ്പയർ ആവുന്നത്, റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആവുന്നത് ഡിസംബർ 2023. അടുത്ത തസ്തികയുടെ പേര് ജൂനിയർ ഇൻസ്ട്രക്ടർ ടർണർ. ഡിപ്പാർട്ട്മെൻറ്റ് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് തന്നെയാണ്. സ്കെയിൽ ഓഫ് പേ വരുന്നത് 37,400 മുതൽ 79,000 വരെയാണ്. ക്വാളിഫിക്കേഷനായിട്ട് വരുന്നത് ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ടൂൾ ആൻഡ് ഡൈ. ഈ 3 ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി മുമ്പ് നടന്ന പരീക്ഷയെ പറ്റി നോക്കാം. കാറ്റഗറി നമ്പർ 551/2017. പരീക്ഷ നടന്നത് ഒക്ടോബർ 2018. റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് മാർച്ച് 2021. കട്ട് ഓഫ് മാർക്ക് 56.67. ലാസ്റ്റ് അഡ്വൈസ് പോയിരിക്കുന്ന ഫെബ്രുവരി 2023. ടോട്ടൽ 22 അഡ്വൈസാണ് പോയിട്ടുള്ളത്. റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആവുന്നത് മാർച്ച് 2024. ഇനി അടുത്ത തസ്തികയുടെ പേരാണ് ജൂനിയർ ഇൻസ്ട്രക്ടർ മെഷീനിസ്റ്റ്. ഡിപ്പാർട്ട്മെൻറ്റ് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ആണ്. സ്കെയിൽ ഓഫ് പേ 37,400 മുതൽ 79,000 വരെയാണ്. ക്വാളിഫിക്കേഷൻ വരുന്നത് ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ടൂൾ ആൻഡ് ഡൈ. മുമ്പ് നടന്ന പരീക്ഷയെ പറ്റി നോക്കാം. കാറ്റഗറി നമ്പർ 549/2017. OMR പരീക്ഷ നടന്ന ഒക്ടോബർ 2018. റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് ഏപ്രിൽ 2021. കട്ട് ഓഫ് മാർക്ക് 68.33. അവസാനമായി അഡ്വൈസ് പോയിരിക്കുന്നത് ജൂലൈ 2023. 28 പേർക്കാണ് അഡ്വൈസ് ലഭിച്ചത്. ഏപ്രിൽ 2024 റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആവുന്നതാണ്. അടുത്ത തസ്തികയുടെ പേര് ജൂനിയർ ഇൻസ്ട്രക്ടർ മെക്കാനിക് റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ്. ഡിപ്പാർട്ട്മെൻറ്റ് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ആണ്. സ്കെയിൽ ഓഫ് പേ വരുന്നത് 37,400 മുതൽ 79,000 വരെയാണ്. ക്വാളിഫിക്കേഷൻ ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഓർ ഇറ്റ്സ് ഇക്വലൻ്റ് ആണ്. മുമ്പ് നടന്ന പരീക്ഷയെ പറ്റി നോക്കുകയാണെങ്കിൽ കാറ്റഗറി നമ്പർ 2/2017. OMR പരീക്ഷ നടന്നത് ജൂലൈ 2018. റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് ഏപ്രിൽ 2021. അന്നത്തെ കട്ട് ഓഫ് മാർക്ക് 61.67 വന്നിട്ടുണ്ട്.
ലാസ്റ്റ് അഡ്വൈസ് പോയിട്ടുള്ളത് ഏപ്രിൽ 2022 32 പേർക്കാണ് അഡ്വൈസ് ലഭിച്ചിട്ടുള്ളത്. സ്റ്റാറ്റസ് നോക്കുകയാണെങ്കിൽ റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആവുന്നത് ഏപ്രിൽ 2024 അടുത്ത തസ്തികയുടെ പേര് ജൂനിയർ ഇൻസ്ട്രക്ടർ മെക്കാനിക് ഡീസൽ. ഡിപ്പാർട്ട്മെൻറ്റ് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ആണ്. സ്കെയിൽ ഓഫ് പേ വരുന്നത് 37,400 മുതൽ 79,000 വരെയാണ്. ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഓർ ഇറ്റ്സ് ഇക്വലൻ്റ് ആണ്. ഇനി മുമ്പ് നടന്ന പരീക്ഷയെ പറ്റി നോക്കാം. കാറ്റഗറി നമ്പർ 570/2017. OMR പരീക്ഷ നടന്നത് സെപ്റ്റംബർ 2018. റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് ജൂൺ 2021 കട്ട് ഓഫ് മാർക്ക് 56. അവസാനമായി അഡ്വൈസ് പോയിരിക്കുന്നത് ഏപ്രിൽ 2023 മൊത്തം 18 പേർക്കാണ് അഡ്വൈസ് ലഭിച്ചിട്ടുള്ളത്. ലിസ്റ്റ് എക്സ്പയർ ആവുന്നത് ജൂൺ 2024 അടുത്ത തസ്തിക ജൂനിയർ ഇൻസ്ട്രക്ടർ ടൂൾ ആൻഡ് ഡൈ മേക്കർ. ഡിപ്പാർട്ട്മെൻറ്റ് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് തന്നെയാണ്. സ്കെയിൽ ഓഫ് പേ 37,400 മുതൽ 79,000 വരെയാണ്. ക്വാളിഫിക്കേഷൻ വരുന്നത് ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ അല്ലെങ്കിൽ ടൂൾ ആൻഡ് ഡൈ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ്. ഇനി മുമ്പ് നടന്ന പരീക്ഷയെ പറ്റി നോക്കാം. കാറ്റഗറി നമ്പർ 571/2017. പരീക്ഷ നടന്നത് ഒക്ടോബർ 2019 റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് ഓഗസ്റ്റ് 2021 കട്ട് ഓഫ് മാർക്ക് 41.67. ലാസ്റ്റ് അഡ്വൈസ് പോയിരിക്കുന്നത് ജൂലൈ 2023 മൊത്തം 9 പേർക്കാണ് അഡ്വൈസ് ലഭിച്ചത്. അതിൻ്റെ സ്റ്റാറ്റസ് നോക്കുകയാണെങ്കിൽ ഓഗസ്റ്റ് 2024 ലിസ്റ്റ് എക്സ്പയർ ആവുന്നത്. അടുത്ത തസ്തികയുടെ പേര് ജൂനിയർ ഇൻസ്ട്രക്ടർ ഓപ്പറേറ്റർ അഡ്വാൻസ്ഡ് മെഷീൻ ടൂൾസ്. ഡിപ്പാർട്ട്മെൻറ്റ് വരുന്ന ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് തന്നെയാണ്. സ്കെയിൽ ഓഫ് പേ 37,400 മുതൽ 79,000 വരെയാണ്. ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ അല്ലെങ്കിൽ ടൂൾ ആൻഡ് ഡൈ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ എന്നീ യോഗ്യത ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. മുമ്പ് നടന്ന പരീക്ഷയെ പറ്റി നോക്കുകയാണെങ്കിൽ കാറ്റഗറി നമ്പർ 374/2017. പരീക്ഷ നടന്നത് നവംബർ 2018 റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് ഏപ്രിൽ 2021 കട്ട് ഓഫ് മാർക്ക് 67.33. ഒക്ടോബർ 2021 ലാസ്റ്റ് അഡ്വൈസ് ലഭിച്ചത്. അഡ്വൈസ് മൊത്തം 6 പേർക്കാണ് കിട്ടിയിട്ടുള്ളത്. എക്സ്പയർ ആവുന്നത് ഏപ്രിൽ 2024 അടുത്ത തസ്തികയുടെ പേര് ജൂനിയർ ഇൻസ്ട്രക്ടർ പമ്പ് ഓപ്പറേറ്റർ കം മെക്കാനിക്. ഡിപ്പാർട്ട്മെൻറ്റ് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് തന്നെയാണ്. സ്കെയിൽ ഓഫ് പേ 37,400 മുതൽ 79,000 വരെയാണ്. ക്വാളിഫിക്കേഷൻ ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഓർ ഇറ്റ്സ് ഇക്വലൻ്റ് ആണ്. മുമ്പ് നടന്ന പരീക്ഷയെ പറ്റി നോക്കുകയാണെങ്കിൽ കാറ്റഗറി നമ്പർ 370/2017. OMR പരീക്ഷ നടന്നത് നവംബർ 2019 റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് ഏപ്രിൽ 2021 കട്ട് ഓഫ് മാർക്ക് 73.33. ലാസ്റ്റ് അഡ്വൈസ് ലഭിച്ചത് ജൂലൈ 2023 മൊത്തം 9 പേർക്കാണ് അഡ്വൈസ് ലഭിച്ചത്. ലിസ്റ്റ് എക്സ്പയർ ആവുന്നത് മാർച്ച് 2024 ഇനി അടുത്ത തസ്തികയുടെ പേര് ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 2. അതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് ആണ്. സ്കെയിൽ ഓഫ് പേ 37,400 മുതൽ 79,000 വരെയാണ്. ക്വാളിഫിക്കേഷൻ വരുന്നത് ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഓർ ഇറ്റ്സ് ഇക്വലൻ്റ് ആണ്. മുമ്പ് നടന്ന പരീക്ഷയെ പറ്റി നോക്കാം. കാറ്റഗറി നമ്പർ 220/2016. OMR പരീക്ഷ നടന്നത് ജൂൺ 2017 റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് മെയ് 2019 കട്ട് ഓഫ് മാർക്ക് 71. അവസാനമായിട്ട് അഡ്വൈസ് ലഭിച്ചത് മെയ് 2022 ടോട്ടൽ 14 പേർക്കാണ് അഡ്വൈസ് ലഭിച്ചത്. ആ ലിസ്റ്റ് എക്സ്പയർ ആയിട്ടുണ്ട്. അടുത്ത തസ്തികയുടെ പേര് ഫോർമാൻ. ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട്. സ്കെയിൽ ഓഫ് പേ 37,400 മുതൽ 79,000 വരെയാണ്. ക്വാളിഫിക്കേഷൻ ആയിട്ട് വരുന്നത് ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ആണ്. ഇനി കാറ്റഗറി നമ്പർ നോക്കാം. മുമ്പ് നടന്ന പരീക്ഷയുടെ 437/2016 പരീക്ഷ നടന്നത് ഒക്ടോബർ 2017 റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് ജാനുവരി 2020 കട്ട് ഓഫ് മാർക്ക് 58.67. അവസാനം അഡ്വൈസ് ലഭിച്ചത് ഒക്ടോബർ 2022 6 പേർക്കാണ് അഡ്വൈസ് ലഭിച്ചത്. അവിടെയും ലിസ്റ്റ് എക്സ്പയർ ആയിട്ടുണ്ട്. അടുത്ത പോസ്റ്റ് ടെക്നിക്കൽ അസിസ്റ്റൻറ്റ്. ഡിപ്പാർട്ട്മെൻറ്റ് ലീഗൽ മെട്രോളജി. സ്കെയിൽ ഓഫ് പേ 37,400 മുതൽ 79,000 വരെ തന്നെയാണ്. അവിടെ ക്വാളിഫിക്കേഷനായിട്ട് വരുന്നത് ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഓർ ഇറ്റ്സ് ഇക്വലൻ്റ് ആണ്. ഇനി മുമ്പ് നടന്ന പരീക്ഷയെ പറ്റി നോക്കാം. ആ തസ്തികയിൽ 436/2016 കാറ്റഗറി നമ്പർ. പരീക്ഷ നടന്നത് മെയ് 2018 റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് ഒക്ടോബർ 2019 കട്ട് ഓഫ് മാർക്ക് 51.67. അവസാനമായിട്ട് അഡ്വൈസ് ലഭിച്ചത് നവംബർ 2019 ഒരു അഡ്വൈസാണ് പോയിട്ടുള്ളത്. ലിസ്റ്റ് എക്സ്പയർ ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും തസ്തികകളിലേക്കാണ് PSC ഉടനെ വിജ്ഞാപനം പുറപ്പെടുവിക്കാൻ പോകുന്നത്. അപ്പോൾ കുറേ തസ്തികകളിൽ നിങ്ങൾക്കറിയാം ലിസ്റ്റ് എക്സ്പയർ ആയിട്ടുണ്ട്. കുറേ തസ്തികകളുടെ എല്ലാം ഈ അടുത്ത് തന്നെ 2024 ആദ്യത്തെ ആ ഒരു ക്വാർട്ടറിൽ തന്നെ എക്സ്പയർ ആവുന്ന ലിസ്റ്റാണ്.
അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ റെലവൻ്റ് ആയിട്ട് പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉടനെ ഇപ്പോൾ എക്സാം വിളിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ എക്സാം വിളിക്കും, അധികം വൈകാണ്ട് തന്നെ എക്സാം PSC കണ്ടക്ട് ചെയ്യും. അപ്പോൾ ഈ പ്രിപ്പറേഷൻ ടൈം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ പരീക്ഷകളിലെല്ലാം താല്പര്യമുള്ളവർ നേരത്തെ തന്നെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. അപ്പോൾ ഇതിൻ്റെ ലിസ്റ്റ് എക്സ്പയർ ആയി ഉടനെ തന്നെ PSC വിജ്ഞാപനം പുറപ്പെടുവിക്കും. അപ്പോൾ തന്നെ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. നന്നായി പരിശ്രമിച്ച് പരീക്ഷ നന്നായി എഴുതാൻ സാധിക്കട്ടെ. താങ്ക് യു ഫോർ വാച്ചിങ്.